എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അതെ, എൻ്റെ ഫോണിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ആദ്യത്തെ കുറേ സ്ക്രീൻഷോട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഏതായാലും ഞാൻ കഥ പറയാം. അപ്പോൾ ഹരി ശരണി റൂമിൽ കൊണ്ട് കിടത്തി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അവളെ ഉപയോഗിക്കുന്നു. കൂടെ കൂട്ടുകാരും ചെന്ന് കയറുന്നുണ്ട്. വളരെ പേടിച്ചാണ് പുറകെ രോഹിത്ത് റൂമിലേക്ക് ചെല്ലുന്നത്. രോഹിത്തിന് എന്തൊക്കെയോ ഭയങ്കര വിഷമവും പേടിയും വിറയലൊക്കെ ഉണ്ട്. റൂമിൽ ചെന്ന് ഇവർ കാണിക്കുന്ന ഓരോന്ന് കാണുമ്പോഴത്തേക്കും രോഹിത്തിന് ആകെ ടെൻഷനായി. രോഹിത്തിന് അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവൻ പെട്ടെന്ന് കണ്ണു പൊത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോരുമ്പോഴും പേടിച്ച് വിറച്ചാണ് ഇറങ്ങി പോരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വണ്ടി കൊണ്ട് കയറ്റുന്നു. ആ വണ്ടി നേരെ വന്ന് ഇടിച്ച് കയറി ഒരു സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുവിധം സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ച് ഇറങ്ങി അകത്തോട്ട് വരുന്നതും ഇതെല്ലാം നോക്കി നിൽപ്പുണ്ട് അലീനയ്ക്കൊന്നും സംസാരിക്കാൻ മേലല്ലോ. നോക്കി നിൽക്കുമ്പോഴും അലീനയോട് ഭയങ്കര പുച്ഛമാട്ടോ രോഹിത്തിന്. അതുപോലെ അകത്തോട്ട് വന്നു കഴിയുമ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ രോഹിത്തേട്ട ഈ കോലത്തിൽ കയറി വരുന്നത്? രോഹിത്തേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. ഞാൻ ചിലപ്പോൾ മദ്യപിക്കും. അത് ചോദിക്കുക നീ ആരാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, ആയിക്കോട്ടെ ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം, ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രോഹിത്ത് റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുവാണേ. അപ്പോൾ രോഹിത്തിനെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞ് കൃഷ്ണമോളെ പറഞ്ഞു വിടുന്നുണ്ട്. കൃഷ്ണമോൾ റൂമിൽ ചെല്ലുമ്പം രോഹിത്തിന് വെളിവില്ല, ആകെ വയ്യാണ്ടിങ്ങനെ കാലം നിൽക്കാൻ മേലാതെ നിൽക്കുക. അന്നേരം ഇതെന്ത് കോലമായെന്ന് ചോദിക്കുമ്പോൾ എന്നെ അടി കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അന്നേരം രോഹിത്തേട്ടൻ മദ്യപിച്ചില്ലേ, വെള്ളം അടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് മദ്യമൊന്നുമല്ല, ദാഹജലമാണ്, ബീറ, അതിൻ്റെ നാറ്റമാണ്, അതിന് എന്നെ ഇപ്പോൾ കുഴപ്പം, നീ നിൻ്റെ കാര്യം നോക്കുക, എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയും. അന്നേരം ഒട്ടും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്നല്ല പറഞ്ഞത്, നീ ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറക്കി വിടുവാണ് കൃഷ്ണമോളെ. ശരിയാക്കി തരാവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃഷ്ണമോളെ ഇറങ്ങി പോരുന്നത്. രോഹിത്തിന് ആകെ ടെൻഷനാണ്, വിഷമമാണ്. അവൻ കട്ടിലയിലിരിക്കുന്നു, അത് കഴിഞ്ഞ് തറയിലിരിക്കുന്നു. ഒരു മനപ്രയാസം, ഒന്ന് നേരാവണ്ണം ഒരിടത്തു നിന്ന് ഇരിക്കാൻ പോലും അവന് പറ്റുന്നില്ല. ഏതായാലും ഇറങ്ങി വന്നു കഴിഞ്ഞ് കൃഷ്ണമോള് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു, ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം അലീന അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബബിത രോഹിത്തിൻ്റെ സൈഡാണല്ലോ, അതുകൊണ്ട് തന്നെ അതിലെന്താ ഇപ്പോൾ പ്രശ്നം? ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങൾ എന്തിനാണ് ചകഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നത്തേക്കും ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ അത് മൈൻഡ് ചെയ്യാതെ, അതെ അലീന ചേച്ചിയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമല്ലേ എന്ന് വയ്ക്കും. അന്നേരം അലീന പറയും, വേണ്ട മോളിരുന്നോ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പം ബബിത കളയാക്കിക്കൊണ്ട് പറയുക, ഓ അച്ഛൻ്റെ കൂടിയേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഇപ്പോൾ വലിയ ആളായി പോയില്ലേ എന്ന്. അതിനും മറുപടി ഒന്നും പറയുന്നില്ല അലീന. കൃഷ്ണമോളെ പിടിച്ചിരുത്തുന്നു. കൃഷ്ണമോൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ സമയം രോഹിത്ത് റൂമിൽ ആകെ ടെൻഷനാട്ടോ. അവനെ ഒരിടത്തു നിന്ന് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എഴുന്നേറ്റ് ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പം, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി പുറകോട്ട് നോക്കുമ്പോൾ പുറകിൽ ശരണി വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുവാണ് അവന്. അവൻ പേടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. ആകെ വിറച്ച് നിൽക്കുവാണ് ചെറുക്കൻ. ഇതൊന്നും അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിട്ട് കണ്ടിട്ടില്ല. അവന് ഹരിയുടെ അത്രയും മനക്കെട്ടിയില്ല. അതുകൊണ്ട് ആകെ പേടിച്ച് വിറച്ചു പോയി. ഏതായാലും ഈ സംഭവത്തിനെല്ലാം ശേഷം വൈകിട്ട് ബാലേന്ദ്രൻ വരുന്നു. അലീന പോയി വാതിൽ തുറക്കുന്നു. അന്നേരം അകത്തേക്ക് കയറി മേളിലോട്ട് പോകാൻ തുടങ്ങുകയാണ് ബാലേന്ദ്രൻ. അന്നേരം അച്ഛൻ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാവരും കഴിച്ചു, രോഹിത്ത് മാത്രം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ, അതെന്താ അവൻ കഴിക്കാത്തതെന്ന് ചോദിക്കും. എന്താണെന്നറിയത്തില്ല, ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ മോള് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്വേഷിച്ചായിരുന്നു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ അന്നേരെ പറഞ്ഞില്ല ആ പോക്കിൽ എന്തോ പന്തികേടുണ്ടെന്ന്, രോഹിത്ത് ഇന്ന് കോളേജിലും പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്താ മോളെ നീ അങ്ങനെ ഒരു സംശയം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങനെ തോന്നി അച്ഛാ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ബാലേന്ദ്രനെ അറിയാവുന്ന ഒരു ബാങ്ക് മാനേജറുടെ മകൻ രോഹിത്തിൻ്റെ ക്ലാസ്മേറ്റാണ്, അപ്പം അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കാം, രോഹിത്തിന് ക്ലാസ്സിൽ വന്നോന്ന് ആ മകനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അയാളെ വിളിക്കാൻ തുടങ്ങുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കാണിക്കുന്നു, അല്ലാണ്ട് പ്രമോയായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഒരു ചെറിയ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം.